ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഫീദുട്ടി വ്ളോഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കും നാളെ മദ്രസയിൽ എക്സാമിനേഷനാണ് വരുന്നത്. അപ്പം നാളെ ലിസാനുൽ ഖുർആനാണ് കേട്ടോ. നാളെ നിങ്ങൾ 4ാമത്തെ എക്സാമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലിസാനുൽ ഖുർആൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. കാണൂല കേട്ടോ, ലൈറ്റ് അടിച്ചിരിക്കുകയാണ്. കാണാൻ കുറച്ച് പണിയുണ്ട് കാണാൻ. ഞാൻ കുറച്ച് ഫ്ലാഷ് ഓപ്പറേറ്റ് ചെയ്യട്ടെ. കാണുമെന്ന് എനിക്കറിയില്ല, ഞാൻ എന്തായാലും നോക്കാം. കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ദൂരത്ത് കാണുന്നുണ്ടോ? യെസ്, ഇതാണ് ലിസാൻ ഖുർആൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞുതരാം ഞാൻ. ഫസ്റ്റ് എൻ്റെ പേര് എഴുതാം. പിന്നെ 14 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 14 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അല്ല ഉദ്ദേശിക്കുന്നത്. 14 ക്വസ്റ്റ്യനും 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവാം. അത്രയ്ക്കും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു വഴിയും ടെക്നോളജിയും ഒക്കെ ഉള്ളത് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക്. ഫസ്റ്റ് തന്നെ പറയുന്നത് ഓപ്ഷൻസ് ഉണ്ട്. ഫി, ഐന, ബ, ഇല, റബി, മിൻ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ഡാഷ് ലൗസൂന ഇൻ ഫീസാലിക്ക ബാവു. ഡാഷിൻ്റെ അടുത്ത് നമ്മൾ ചേർക്കേണ്ടത് ബാവു. ഓപ്ഷനിലുള്ളത് ബാവു. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹാജിർ ഇല ഡാഷ് മദ്രസത്തി. ഹാജിബ് ഇല ഡാഷ് മദ്രസത്തി. അതിന് മിൻ ആണ് ചേർക്കേണ്ടത്. അപ്പം നമുക്ക് കുറച്ച് ടെക്സ്റ്റത്തെ കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടല്ല പഠിക്കേണ്ടതെന്നുള്ള കാര്യം എനിക്കൊരു ഇൻഫോർമേഷൻ കിട്ടി. ഫസ്റ്റ് ടെക്സ്റ്റിൽ നോക്കി നമ്മളതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടത് കേട്ടോ. നമുക്ക് എന്ത് ഹുവ ഹുവ ഹും 3 വേർഡ്സ് ഗേൾസിനും ബോയ്സിനുമായിട്ടുണ്ട്. പറയുന്ന കേട്ടോ. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന. ഹുവ ഹുവാ ഹും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹുവ ഒരാളാണ്. ഹിയ ഹുവ ഹുവാ ഹുമാ ഹുവ ഹുമാ ഹും. ഹുവ ഹുമ ഹുമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേര്. ഹുവ ഹുമാ ഹും ഹും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ. അത് ഒരാണ്, 2 ആൾക്കാർ, 2 ആണ്, ഒരുപാട് ആണുങ്ങൾ. ഇനി വരുന്നത് ഹിയ ഹുമ ഹുന്ന. ഹിയ എന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി. ഹിയ ഹുമ ഹുമ എന്ന് വെച്ചാൽ 2 പെൺകുട്ടി. ഹുന്ന ഒരുപാട് പെൺകുട്ടികൾ. കുറച്ച് ആണുങ്ങളെ 3 വേർഡ്സ് പറഞ്ഞുതരാം. കിതാബുഹു, കിതാബുഹുന്ന, കിതാബുഹുമ. കിതാബുഹു, കിതാബുഹുമ, ഹുമ, കിതാബു ഹിയ. ഹിയ കിതാബു ഹിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിതാബു ഹിയ ഒരു പെൺകുട്ടിയുടെ കിതാബ്, 2 പെൺകുട്ടിയുടെ കിതാബ്, ഒരുപാട് പെൺകുട്ടികളുടെ കിതാബ്. വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ചാപ്റ്ററല്ല, 20ാമത്തെ പേജ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ വായിക്കുക. അപ്പം ഇതൊരു കോൺവെർസേഷനാണ്. അസ്സലാമു അലൈക്കും. ഒരു കുട്ടി പറയാണ് ഉസ്താദിനോട് പറയാണ്, അസ്സലാമു അലൈക്കും. ഉസ്താദ് വിളിക്കുന്നില്ല, അസ്സലാമു അലൈക്കും. അപ്പോൾ ഉസ്താദ് പറയാണ് വലൈക്കും അസ്സലാം. ഫാത്തിമ എവിടെയാണെന്ന് അറിയാമോ? ഞാൻ അറിയാം. എന്താ കുട്ടി പറയുന്നത്? എനിക്കറിയാം. ഐന എവിടെയാണെന്ന് ചോദിക്കുന്നു.
ബൈറ്റി, ഫിൽ ബൈറ്റി. ബൈറ്റി എന്ന് പറയുമ്പോൾ വീട്. പക്ഷേ നമുക്ക് എവിടെയാണ് വേണ്ടത്? ഫിൽ ഹോസ്പിറ്റലാണ് വേണ്ടത്. അപ്പം ഹോസ്പിറ്റലിൽ എന്താ പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. ഹോസ്പിറ്റലിൽ നമ്മൾ അറബിയിൽ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്യും നിങ്ങൾ. പേജ് മാറിപ്പോയി. 22ാമത്തെ പേജാണ് എടുക്കേണ്ടത്. അപ്പം കൈഫൽ ഹാൽ എന്നാണ് ആ പാഠത്തിൻ്റെ പേര്. നമുക്ക് നോക്കാം. ഉസ്താദ് പറയാണ് അസ്സലാമു അലൈക്കും. അപ്പം കുട്ടികൾ പറയാണ് വലൈക്കും അസ്സലാം എന്ന് കുട്ടികൾ പറയണം. ഉസ്താദ് കൈഫൽ ഹാവ് ത്വാലിബു. കുട്ടികളെ കൈഫൽ ഹായ് സുഖമാണോ ചോദിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾ പറയാണ്, എന്ത് പറയുന്നു കുട്ടികൾ? സെയിൻ അൽഹംദുലില്ലാ എന്ന് പറയാണ്. ഹൽ അദുറ ജാബിറൂൻ ചോദിക്കുന്നു. ഉസ്താദാണ് ചോദിക്കുന്നത്. അൽ ഹദുറ ജാബിറൂൻ. അപ്പോൾ ജാബിർ പറയുന്നു മാ ഹദുറ ജാബിർ. മാ ഹദുറ ഇല്ല, ലാ മാ ഹദുറ ജാബിർ. കൈഫൽ ഹാലിക്കൂൻ. അപ്പം വേറൊരു കുട്ടി, ആ കുട്ടി പറയാണ് ഹുവ ഫിൽ സുന്ദോക്കി അബീമിൻ ദാലിക എന്ന് പറയാണ്. ഉസ്താദ് ഹുവ റുഖയ്യ. അപ്പം ഉസ്താദ് പറയുന്നു ഹുവ റുഖയ്യ. അപ്പം റുഖയ്യ പറയാണ് ഞാൻ റുഖയ്യ എന്ന് പറയാണ്. ഉസ്താദ് മായ റുസാന ഫിൽ ദാലിക തഷ്കുറു എന്ന് ചോദിക്കുന്നു. ആ കുട്ടി പറയാണ് സ്വദീക്കി. അപ്പം ഉസ്താദ് പറയാണ് ഒരു പാഠമായിട്ടാണ് ഇതെടുക്കുന്നത്. ഇതിപ്പം ഫസ്റ്റത്തെ ഒരു 4 പോയിന്റ് മാത്രമാണ് നമുക്ക് അവരെ ഒരു കോൺവെർസേഷനായിട്ട് എടുക്കുന്നത്. ബാക്കിയൊക്കെ ഉസ്താദ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഇത് എക്സാമിന് വരുമെന്ന് ഡൗട്ടിലാണ്. ചിലപ്പോൾ വരും, ചിലപ്പോൾ ഇല്ല. പക്ഷെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കണം. അത്രയാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഉസ്താദ് നബിയെക്കുറിച്ച് പറയുന്നു. പിന്നെ വലൈക്കും സലാം എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പോവാണ്. പിന്നെ ഈ ലാസ്റ്റ് പേജത്തെ അർത്ഥങ്ങൾ വായിച്ച് മനസ്സിലാക്കണം. എൻ്റെ ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. മോർണിംഗിനെ നമ്മൾ എന്താ അറബിൽ പറയാം? സ്വദീഖ്. ഒരു സെൻറ്റൻസും അതിൻ്റേതായിട്ടുള്ള മീനിങ്ങും പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അയിന ഫാത്തിമ എന്ന് ചോദിക്കുമ്പോൾ ഫാത്തിമ എവിടെയാണെന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അത് പഠിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഉമ്മാനെ നമ്മൾ എന്താണ് അറബിയിൽ പറയുക വെച്ചാൽ ഉമ്മി എന്ന് പറയും, ഉപ്പാനെ അബി എന്ന് പറയും, ഉമ്മുമാനെ ജദ്ദത്തി എന്ന് പറയും, ഉപ്പുപ്പാനെ ജദ്ദി എന്ന് പറയും. വെറും ഒരു കുറച്ച് ചുരുങ്ങിയൊരു സെക്കൻഡ്സ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തന്നത്. അർത്ഥങ്ങൾ പഠിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെല്ലാവരും പഠിച്ച് നല്ല ഉന്നതിയിലെത്താനും അതുപോലെ തന്നെ വിജയിക്കാനും പ്രാർത്ഥിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ജയിക്കട്ടെ. ആമീൻ. നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് ഈ അർത്ഥമൊക്കെ പഠിച്ച് മനസ്സിലാക്കണം. ഉസ്താദ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചൊന്ന് പഠിച്ച് നോക്കാം. അല്ലെങ്കിൽ മദ്രസ ടീമിൻ്റെ അത് നോക്കിയാലും മതി. ഓക്കെ.
ഇത് ഈ ക്വസ്റ്റ്യൻ ഇതെന്തായാലും ഇത് വായിച്ച് പഠിക്കണം. അപ്പം ഏതൊക്കെയാണ് വായിച്ച് പഠിക്കേണ്ടത് വെച്ചാൽ ഇത് പഠിക്കണം. പിന്നെ ഇത് 23 എന്ന ചാപ്റ്റർ നിങ്ങൾ മെയിനായിട്ട് പഠിക്കാനുണ്ട്. പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്ന് പറയരുത്. പ്രാർത്ഥിക്കും വേണം, പഠിക്കുകയും വേണം. നല്ല ഉന്നത വിജയത്തിലൂടെ 18 മാർക്ക് പാസ്സാവാൻ വേണ്ടി 20ൻ്റെ മുകളിൽ കഴിവ് പരമാവധി നിങ്ങൾ വാങ്ങിക്കാൻ നോക്കാം കേട്ടോ. അപ്പം ഇനി ഇതുപോലത്തെ വീഡിയോസിനായി ഫീഡോ ടി വ്ലോഗറിന് സബ്സ്ക്രൈബ് ചെയ്യൂ.